ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 2025 സെപ്റ്റംബർ 13 മുതൽ 19 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. അതായത് 1201 ചിങ്ങമാസം 28 മുതൽ കന്നിമാസം 3 വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇപ്പോൾ ഈ വാരഫല ചർച്ചയിൽ എവിടെയാണ് ഗ്രഹസ്ഥിതികളെന്ന് നമുക്ക് മനസ്സിലാക്കാം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ഇടവത്തിൽ ചന്ദ്രൻ, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം, കർക്കിടകത്തിൽ ശുക്രൻ, ചിങ്ങത്തിൽ സൂര്യൻ, കേതു, തുലാത്തിൽ ചൊവ്വ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഇന്നത്തെ ഗ്രഹസ്ഥിതി. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാര ഫലം, ശുഭാശുഭ ഫലങ്ങൾ ഏതെല്ലാം രീതിയിൽ ഈ രാശിയിൽ ഗുണപരമായ അല്ലെങ്കിൽ നിർഗുണപരമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന ചിന്തയാണ്. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ സൂര്യനും കേതുവുമുണ്ട്. 3-ാം ഭാവത്തിൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ചൊവ്വ 3-ാം ഭാവത്തിൽ വന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. ആ ചൊവ്വ 4-ാം ഭാവാധിപനും കൂടിയാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങി ധീരമായി കാര്യങ്ങൾ ചെയ്യാൻ ആ 3-ാം ഭാവത്തിലെ ചൊവ്വ സഹായിക്കും. ഒരു സഹായകരമായ അവസ്ഥ ഉണ്ടാകും. സഹോദരങ്ങളുമായി വളരെയധികം ശത്രുത വരുന്ന വാരമാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര പതിയായ ശുക്രൻ ദുർബലനായി 12-ൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. സഹോദര സ്ഥാനത്ത് ചൊവ്വയുമുണ്ട്. അതിനാൽ സഹോദര ഗുണം കുറയുക, അവർക്ക് രോഗാദി അരിഷ്ടതകൾ വരിക, അവരുടെ ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കുക. തനിക്ക് പലപ്പോഴും ബന്ധുക്കളുടെ സുഖം ലഭിക്കുന്ന വാരമാണിത്. 10-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ആ ചന്ദ്രൻ യോഗകാരകനാണ്. ബന്ധുജനങ്ങളിൽ തനിക്കൊരു തല ഉയർത്തി നടക്കുവാനുള്ള അവസരമൊക്കെ ഈ ഒരു വാരം പ്രദാനം ചെയ്യും. പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ മുതലായ കാര്യങ്ങളിലൊക്കെ തനിക്ക് ഒരു പ്രാമാണ്യം കൈവരുന്ന വാരമാണ്. സ്വതവേ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ആത്മാർത്ഥത തങ്ങളുടെ പ്രവൃത്തികളിൽ പ്രകടിപ്പിക്കുന്നവരാണ്. സ്വഭാവമൊക്കെ തീഷ്ണമായിരിക്കാം, പക്ഷെ പലപ്പോഴും ആത്മാർത്ഥത, ഡെഡിക്കേഷൻ അത് കൂടുതലായിരിക്കാം. താൻ ചെയ്യുന്ന ജോലിയിലും തൻ്റെ സൗഹൃദങ്ങളിലുമെല്ലാം തന്നെ. പുറമേ പരിക്കനാണെങ്കിലും ഉള്ളിൽ ആ നല്ലൊരു മനസ്സ്, അത് ചിങ്ങൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ദൈവനിയോഗം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് ചിങ്ങൻ രാശിക്കാർ. യജ്ജനനം കൃതീകഭേ ദൈവനിയോഗാതുപേത്യ സകല ജനാഹ ധനമസ്മൈ ദദ്യുഹു. ഒരു ദൈവനിയോഗം കൊണ്ട് തൻ്റെ കാര്യങ്ങൾ നടക്കും. കൃതീക രാശിയാണ്. പലപ്പോഴും തന്നെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ദൈവികമായ ചൈതന്യമാണ്, ശക്തിയാണ്. അത് ചിങ്ങൻ രാശിക്കാർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. അപ്രകാരമുള്ള കൃതീക രാശികൾ 3 എണ്ണമുണ്ട്. മേടം, ചിങ്ങം, ധനുസ്. ഇത് 3ഉം ജ്യോതിഷത്തിൽ അഗ്നിരാശികളാണ്. നാം ഫയറി സൈൻ എന്ന് പറയുന്നു. ഇവർക്ക് പരസ്പരം വളരെയധികം അടുപ്പം, സൗഹൃദങ്ങൾ കാണാം ഈ 3 രാശിക്കാർക്കും. അവിടെ നിങ്ങൾ മേടൻ രാശിയാണെങ്കിൽ സൂര്യൻ്റെ ഉച്ചരാശിയാണ്. ചിങ്ങമാണെങ്കിൽ സൂര്യൻ്റെ മൂലക്ഷേത്രമാണ്. ധനു സൂര്യൻ്റെ സൂക്ഷേത്രമാണ്. ധനുരാശിക്കാർക്ക് പലപ്പോഴും പിതൃധനി, പാരമ്പര്യമായി പിതാവിൻ്റെ ധനം ലഭിക്കുന്ന രാശി എന്നൊരു ഫലവും പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം ഇന്ന് ലഗ്നത്തിലെ സൂര്യൻ മൂലക്ഷേത്രമൊക്കെ വിട്ട് കഴിഞ്ഞു. അതിനാൽ സൂര്യൻ ഏവറേജ് ബലവാനാണ്, പക്ഷേ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ നോക്കണം. ചിങ്ങൻ രാശിക്കാർക്ക് വയറിനും കണ്ണിനുമാണ് ഏറ്റവും അസുഖം പറയേണ്ടത്. അതിനാൽ പ്രത്യേകിച്ച് വയർ സംബന്ധമായ ബുദ്ധിമുട്ട്, അഷ്ടമത്തിൽ ശനിയാണ്. അപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളും, ലഗ്നത്തിലുള്ള സൂര്യൻ തുങ്കയഷ്ട്യം, ഒരു വടി പിടിക്കേണ്ടുന്ന അവസ്ഥ, പലപ്പോഴും ന്യൂറോ സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ശിരോജന്യമായ രോഗങ്ങളും ശ്രദ്ധിക്കണം. ഇവിടെ വ്യാഴം 11-ാം ഭാവത്തിനോട് സന്താനങ്ങൾക്ക് വളരെ അനുകൂലമാണ്. മക്കളുടെ പഠനവും അവരുടെ വിവാഹ വിഷയങ്ങളുമൊക്കെ പല പുതിയ തീരുമാനങ്ങളും, നയപരമായ പല തീരുമാനങ്ങളും ബാന്ധവ വിഷയത്തിലെടുക്കാൻ പറ്റുന്ന വാരമാണിത്. വളരെ അനുകൂലമാണ്. ഇവിടെ നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത്, വിളക്കുമാല പായസം വഴിപാടുകളായി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആ ശുക്രൻ്റെ അനിഷ്ടസ്ഥിതി മാറാൻ അത് പര്യാപ്തമാകും. പിന്നീട് അഷ്ടമശനി ഉള്ളതിനാൽ ഓം ശം ശനീശ്വരായ നമഃ, ശനിയാഴ്ച എള്ളുതിരിയോ അല്ലെങ്കിൽ നീരാഞ്ജനമോ ശനീശ്വരന് സമർപ്പിക്കുന്നത്,
അല്ലെങ്കിൽ അയ്യപ്പസ്വാമിക്ക് സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണ്. എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.